ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കാണുമായിരിക്കും അല്ലേ? അപ്പോൾ താമസിച്ചു പോയെങ്കിലും എൻ്റെ കുടുംബത്തിൻ്റെ വക എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പട്ടായയിലേക്കാണ് പോയത്. അവിടെ സിയാം ബേഷോർ എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അക്ഷയ്ക്കും ദേവൂനും ബീച്ച് വ്യൂ ഉള്ള റൂമും ഞങ്ങൾക്ക് പൂൾ വ്യൂ ഉള്ള റൂമും ആയിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ. അടിപൊളി റിസോർട്ടാണ്, എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു റിവറും അതിൻ്റെ മേളിൽ കൂടെ അടിപൊളി ഒരു ഗ്ലാസും തടിയും കൂടെ ഇട്ടിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലാണെങ്കിൽ നിറയെ ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നല്ല നീറ്റും ക്ലീനും ആയിട്ടുള്ള റൂമുകളായിരുന്നു. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ തായ്ലൻഡിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ബാക്കി പറഞ്ഞു തരാം. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ തുടർന്ന് കാണണം കേട്ടോ, കാരണം നിങ്ങളെയും കൂടെ ഈ യാത്രയിൽ ഒരു ഭാഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ അടിപൊളി ഗ്രീനറി ഉണ്ടായിരുന്നു. പിന്നെ റിസോർട്ടിനകവും റിസോർട്ടിന് പുറവും എല്ലാം ഫുള്ള് ചെടികൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ വ്യൂ ആണ്, ഫുൾ സ്ഥലവും കാണാനായിട്ട്. വോക്കിംഗ് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തുള്ള റിസോർട്ടാണ്. വോക്കിംഗ് സ്ട്രീറ്റിലേക്ക് നടക്കാൻ 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് എളുപ്പമുണ്ട്. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങളാണെങ്കിൽ ഫ്രണ്ടിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു വെള്ള കളറുള്ള അണ്ണാനേയും കണ്ടേ. ബാക്കി വിശേഷങ്ങൾ കാണാൻ വേണ്ടി തുടർന്ന് കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.